നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള കണ്ടന്റ് വായിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ കാണാം. ഞാനൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിലുള്ള കണ്ടന്റ് എനിക്ക് മലയാളത്തിലേക്ക് വായിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് എന്ന ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ചില വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ചില വെബ്സൈറ്റുകൾ നമുക്കത് സപ്പോർട്ട് ചെയ്യില്ല. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 1-2 തവണ ഇതേപോലെ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. 1-2 തവണ ചെയ്താൽ മാത്രമേ അങ്ങനെ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ആകും. ചില വെബ്സൈറ്റുകൾ അത് സപ്പോർട്ട് ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം വരുമ്പോൾ നമുക്ക് ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ പെർമിഷനും കൊടുത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ കാണും ഫ്രം ടു എന്ന ഭാഗത്ത് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് എന്ന് കാണിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ഓഫ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കാണുന്ന അക്സെപ്റ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേ ഓവർ അതർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ടാകും. അതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്ലിക്കേഷൻ എന്ന ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആ 2 ഐക്കണിൽ ബട്ടണിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ പെർമിഷൻ എന്ന ഭാഗത്ത് ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ട്യൂട്ടോറിയൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഐക്കൺ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇവിടെ സെൻട്രലായിട്ട് ഒരു ഐക്കൺ ഇവിടെ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുന്ന ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ ഐക്കൺ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിലുള്ള എല്ലാ ഭാഗവും തന്നെ ഇവിടെ നമുക്ക് മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില വെബ്സൈറ്റുകൾ ഇങ്ങനെ ഫെയിൽഡ് ടു ട്രാൻസ്ലേറ്റ് എന്ന് എഴുതി കാണിക്കും. ചില വെബ്സൈറ്റുകൾ അങ്ങനെ 1-2 തവണ 3 തവണ ചെയ്താൽ മാത്രമേ അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറുകയുള്ളൂ. എന്നാൽ ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് എല്ലാ വെബ്സൈറ്റുകളും പോയി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷ് അറിയാത്ത എല്ലാവർക്കും മലയാളം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.